മതരാഷ്ട്രവാദ ആരോപണമുന്നയിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആക്രമണം കടുപ്പിക്കുന്ന CPM-ന് പക്ഷേ കേരള അതിർത്തിക്കപ്പുറത്ത് ഈ നിലപാട് തന്നെയാണോ? അല്ലെന്നാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ വിശദീകരിക്കുന്നത്. CPM-ന്റെ 4 ലോക്സഭാ MP-മാരിൽ 3 പേരെയും പിന്തുണച്ചിരുന്നുവെന്നാണ് ജമാഅത്തെ ഇസ്ലാമി അവകാശവാദം. തെളിവായി ചില ചിത്രങ്ങളും അവർ പങ്കുവയ്ക്കുന്നു. CPM MP ആമ്രാറാം ജമാഅത്തെ ഇസ്ലാമി അമീർ മുഹമ്മദ് നിസാമുദ്ദീനുമായി കൂടിക്കാഴ്ച നടത്തുന്നതാണ് ഈ ചിത്രം. തമിഴ്നാട്ടിലെ മുൻ CPM MP PR നടരാജൻ കോയമ്പത്തൂരിലെ ജമാഅത്തെ ഇസ്ലാമി ഓഫീസ് സന്ദർശിക്കുന്ന ചിത്രവുമുണ്ട്. തീർന്നില്ല. രാജസ്ഥാനിൽ CPM സംഘടിപ്പിച്ച യെച്ചൂരി അനുസ്മരണ യോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പങ്കെടുക്കുന്ന ചിത്രവും പുറത്തുവന്നു. അലയൻസ് അഗെയിൻസ്റ്റ് NRC CIA ആന്ധ്രാപ്രദേശിൽ വളരെ ശക്തിയുള്ളൊരു മൂവ്മെൻറ്റാണ്. ഇതിൽ CPM ജമാഅത്ത് സംഘാടകരാണ്. അതിൻ്റെ പൊതുപരിപാടിയിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പങ്കെടുത്തിട്ടുണ്ട്. രാജസ്ഥാനിലെ ദളിത് മൈനോറിറ്റി മൂവ്മെൻറ്റിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിൽ CPM-ഉം ജമാഅത്ത് ഇസ്ലാമിയുണ്ട്. 2024 ഓഗസ്റ്റ് 10-ന് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിയത് ജമാഅത്ത് ഇസ്ലാമി CPM ഒരുമിച്ചാണ് രാജസ്ഥാനിൽ നടത്തിയത്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വേദികളിൽ പോലും ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥ ഇപ്പോഴുമുണ്ട്. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയോട് കേരളത്തിന് അകത്തും പുറത്തും CPM-ന് ഒരേ നിലപാടാണെന്ന് വിശദീകരിക്കുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. പക്ഷേ രാജസ്ഥാനിലും തമിഴ്നാട്ടിലും നടന്നത് എന്താണെന്ന് പരിശോധിക്കും. ജമാഅത്തെ ഇസ്ലാമി SDPI പോപ്പുലർ ഫ്രണ്ട് ഇതുപോലുള്ള സംഘടനകളുമായിട്ടൊരു മുന്നണി ഉണ്ടാക്കുക എന്നത് ഞങ്ങൾ അജണ്ടയിലേ ഇല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു പ്രദേശത്തോ ഒരു മണ്ഡലത്തോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും. അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ഈ ഒരു ചിത്രം കണ്ടപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. മതരാഷ്ട്രവാദം ഉന്നയിച്ച് വരും ദിവസങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രചാരണം ശക്തമാക്കാനാണ് CPM തീരുമാനം. പക്ഷേ പുറത്തുവരുന്ന ചിത്രങ്ങളിൽ CPM-ന് കൂടുതൽ വിശദീകരണങ്ങൾ നൽകേണ്ടി വരും. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.